ടൈം ക്യാപ്സ്യൂളോ മെമ്മറി ബോക്സോ ഞാൻ നിറച്ച് ഇൻ്റർനെറ്റിൽ കാണുന്നുണ്ട്. അപ്പം നമുക്ക് ഉണ്ടാക്കിയാലോ? അപ്പം ഞാൻ ഫസ്റ്റ് ഒരു ബോക്സ് എടുത്തിട്ട് അതിന് കവർ ചെയ്തു. ശരിക്കും എന്ന് പറഞ്ഞാൽ നമുക്ക് മെമ്മറബിളായിട്ട് തോന്നുന്ന എന്ത് സാധനങ്ങൾ വേണമെങ്കിലും നിങ്ങൾക്ക് ഈ ബോക്സിൽ വെക്കാം. ഞാനിവിടെ എനിക്ക് ഇഷ്ടമുള്ള സംഭവങ്ങളൊക്കെ ഞാൻ ഫൈൻഡ് ചെയ്യുമായിരുന്നു. അതെനിക്ക് എന്ത് വേണമെങ്കിലും ആകാം. ഒരു കുഞ്ഞ് ഇലയോ ഇച്ചിരി ഒരു ലെറ്ററോ എന്ത് വേണമെങ്കിലും വെക്കാം. ഞാൻ ഇവിടെ വെക്കുന്ന കുറച്ച് സാധനങ്ങളാണ് കാണിക്കുന്നത്. പിന്നെ ഞാൻ ഉണ്ടാക്കിയിരുന്ന ഒരു പെയിൻറ്റിങ് ഇതിൻ്റെ അകത്ത് വെക്കുന്നുണ്ട്. അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് ഞാൻ കാണിക്കുകയാണ്. ഒരു ബബിൾ റാപ്പ് എടുത്തു. ആ ബബിൾ റാപ്പിൽ നിറച്ച് ഞാൻ ബ്രഷ് പെൻ കൊണ്ട് കുറച്ച് റാൻഡം സ്ട്രോക്സ് വരച്ചിട്ട് അതിൻ്റെ പുറത്ത് വാട്ടർ മിക്സ് ചെയ്യുകയാണ്. എന്നിട്ട് അത് വെക്കുമ്പോൾ നമുക്കൊരു നല്ലൊരു വാട്ടർ കളർ ലുക്ക് കിട്ടും. ഇഷ്ടമുള്ള കളർ എടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും വെക്കാം. ഇതെന്ന് വെച്ചാൽ നമ്മൾ തുറന്നു നോക്കുന്നത് 5 വർഷം കഴിയുമ്പോഴോ അല്ലെങ്കിൽ 2 വർഷം കഴിയുമ്പോഴോ. ഞാൻ തുറന്നു നോക്കാൻ പ്ലാൻ ചെയ്യുന്നത് വെച്ചാൽ 2028-ലാണ്. അപ്പോൾ ഞാൻ അതിനു വേണ്ടി ഞാൻ ഒരിക്കലും മറക്കാത്ത കുറച്ച് സംഭവങ്ങൾ ഞാൻ വെക്കുകയാണ്. അതുവരെ നമുക്കിത് ഓപ്പൺ ചെയ്യാൻ പറ്റത്തില്ല. അതാണ് ഇതിൻ്റെ മെയിൻ മിസ്റ്റേക്ക്. അപ്പോൾ അതുവഴി നമ്മളിത് വേറൊരു സ്ഥലത്ത് സെപ്പറേറ്റ് ആയിട്ട് സീക്രട്ടായിട്ട് ഹൈഡ് ചെയ്യണം. അപ്പോൾ എനിക്ക് പ്രത്യേകിച്ച് ഇത് ഹൈഡ് ചെയ്യാൻ സ്ഥലമൊന്നും അറിയത്തില്ല. അതുകൊണ്ട് എൻ്റെ റൂമിൽ തന്നെ ഒരു കോർണറിൽ വെക്കുകയാണ്. പിന്നെ നമുക്ക് തുറക്കാൻ പറ്റത്തില്ല. തുറന്ന് നോക്കുകയേ ചെയ്യരുത്. പിന്നെ 2028 ഞാൻ ഇത് തുറന്ന് നോക്കുകയാണെങ്കിൽ അതിൻ്റെ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യും. അപ്പോൾ ഞാൻ ഇത് എല്ലാം എനിക്കിഷ്ടമുള്ള ഗിഫ്റ്റ് എല്ലാം വെച്ചു. ഞാൻ കാണിക്കുന്നെല്ലാം ഞാൻ അകത്ത് വെക്കാൻ പോകുന്ന സാധനങ്ങളാണ്. പിന്നെ ഇതൊക്കെയാണ് ഞാൻ അകത്ത് വെക്കുന്ന സാധനങ്ങൾ. ഇതൊരു പെയിൻറ്റിങ് പോലെയാണ്. ഒരു ഹാർട്ടിൻ്റെ സ്റ്റെൻസിൽ വെച്ചിട്ട് കുറച്ച് നമ്മുടെ കോട്ടൺ സ്വാബ് പെയിൻറ്റ് മുക്കിയിട്ട് ചെയ്തതാണ്. ഇതാണ് ഞാൻ നേരത്തെ കാണിച്ചത് വാട്ടർ കളർ പോലെ ആക്കിയത് വെച്ച് ചെയ്തത്. ഞാൻ വെൽക്കം ടു 2025 എഴുതി. പിന്നെ ഈ ഒരു ബോട്ടിൽ ഞാൻ ജസ്റ്റ് ഒരു ബോ ആഡ് ചെയ്തിട്ട് അകത്ത് കുറച്ച് നോട്ട്സ് അകത്ത് എഴുതി വെച്ച് മോറലോ കോട്ടോ എന്താണെങ്കിലും ആവാം. ഇതിൻ്റെ അകത്ത് കുറച്ച് സെൽഫ് ലവിനെ കുറിച്ചും നല്ല കാര്യങ്ങളെല്ലാം എഴുതിയിട്ടുണ്ട്. പിന്നെ ഞാൻ നേരത്തെ കാണിച്ചു തന്നെ പേഴ്സിൽ ഉള്ള ബോക്സ്, പേഴ്സും പിന്നെ കുറച്ച് സീഷെല്ലും ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യങ്ങളാണ്. സീഷെൽ കളക്ട് ചെയ്യുന്നതെല്ലാം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ എനിക്ക് ഇഷ്ടമുള്ളൊരു ടൈപ്പ് ഇലയാണിത്. പിന്നെ ഇതെന്ന് വെച്ചാൽ ഞാൻ എഴുതിയ ലെറ്റർ ഞാൻ ഒട്ടിച്ചു കൊടുക്കാൻ വേണ്ടി ഒരു ടേപ്പ് എടുത്തിട്ട് ഒരു കുഞ്ഞ് ഫ്ലവർ ആഡ് ചെയ്തിട്ടുണ്ട്. ഞാൻ ടു മൈ ഫ്യൂച്ചർ സെൽഫ് എന്ന് എഴുതി. ഇതിൻ്റെ അകത്ത് ഞാൻ കുറച്ച് പ്ലാന്റ്സിൻ്റെ ഭാഗങ്ങളൊക്കെ വെച്ചു. പിന്നെ നമ്മൾ ഇതിൻ്റെ അകത്ത് ഇരിക്കുന്നതെന്ന് വെച്ചാൽ ലെറ്ററും പിന്നെ ഫേവറേറ്റ്സ് എന്ന് പറഞ്ഞൊരു കാറ്റഗറി. ഫേവറേറ്റ്സ് നമ്മൾ എഴുതുന്നതെന്ന് വെച്ചാൽ ഇഷ്ടമുള്ള എന്ത് വേണമെങ്കിലും എഴുതാം, ഫേവറേറ്റ്സ് ആയിട്ടുള്ള. ഞാൻ ഒരു ലെറ്റർ എഴുതി ഇറ്റ്സ് 2028 ഓൾറെഡി എന്നൊക്കെ പറഞ്ഞിട്ട് ഫസ്റ്റ് എന്തോ എഴുതണമെന്ന് അറിയത്തില്ല. പിന്നെ എഴുതി നിർത്താൻ തോന്നില്ലായിരുന്നു. പിന്നെ ഇതാണ് ഞാൻ പറഞ്ഞ ഫേവറേറ്റ്സ്. അതിൻ്റെ അകത്ത് എനിക്കിഷ്ടമുള്ള സോങ്ങും എല്ലാം എഴുതി. ഇതൊക്കെ ഓർമ്മയാവുമെന്നൊന്നും എനിക്കറിയത്തില്ല. എന്തായാലും ഞാൻ ഈ ബ്രൗൺ കളർ പേപ്പർ ആക്കിയെന്ന് വെച്ചാൽ ഇച്ചിരി വിൻറ്റേജ് ലുക്കിന് വേണ്ടിയാണ്. അപ്പം ഞാൻ ജസ്റ്റ് ഒരു സാധാ പേപ്പർ, A4 സൈസ് പേപ്പർ ഞാൻ കട്ട് ചെയ്തിട്ട് അതിനൊരു ബ്രൗൺ കളർ മുക്കിയിട്ട് സൈഡ് ഇങ്ങനെ അൺഈവനായിട്ട് കീറി കൊടുത്തതാണ്. പിന്നെ അതിനു വേണ്ടി ഞാൻ ഒരു ബുക്കും ഉണ്ടാക്കി. ഇതിൻ്റെ അകത്ത് നിറച്ച് ഫേമസ് ആൾക്കാരുടെ കോട്ട്സാണ്. ഇനി നമുക്കിതെല്ലാം കൂടെ പാക്ക് ചെയ്യാം.